ഞാനൊരു ദൈവദാസനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കിടുകയുണ്ടായി. ചില വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ 2 പെൺമക്കൾ അവർ +2 പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിനായിട്ട് അവർ ആഗ്രഹിച്ച്, ഒരാൾ പറഞ്ഞു എനിക്ക് നഴ്സിങ്ങിന് പോകണം. പെട്ടെന്ന് ഒരു സാമ്പത്തികം മുടക്കി മൂത്ത മകളെ നഴ്സിങ്ങിന് വേണ്ടി വിടുവാനുള്ള ആ സാധ്യത ആ സമയത്തില്ല. അവർ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആണെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവ് വഴി തുറന്നാൽ നമുക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പല ദിവസങ്ങൾ കഴിഞ്ഞു, അഡ്മിഷൻ എടുക്കേണ്ട സമയമായി. അവൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ പലയിടങ്ങളിലും അവൾ പറയും, പപ്പ ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ തീരാറ്. പപ്പ പറയും, എൻ്റെ കയ്യിൽ പണമില്ല, ഇപ്പോൾ നീ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായി ദൈവം വഴികൾ തുറന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു ദിവസം ഭാര്യയും ദൈവദാസനും കൂടെ ചില ഭവനങ്ങൾ സന്ദർശിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു വരവേ കൊണ്ടിരിക്കെ ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നു. ആ ഫോൺ കോൾ ഇപ്രകാരമാണ്: ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുടുംബം യാത്ര തിരിക്കുകയാണ്. വയനാട് വഴി കോഴിക്കോടേക്ക് അവർ പോകുന്ന വഴിയിൽ യാത്ര ചെയ്ത വ്യക്തിയുടെ ഭാര്യയ്ക്ക് പനി ബാധിച്ച് മാനന്തവാടി എന്ന സ്ഥലത്ത് അവർ നിൽക്കുകയാണ്. ആ ദൈവദാസൻ തൻ്റെ ഭാര്യയെ ഭവനത്തിലാക്കിയ ശേഷം അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അവരുടെ സ്ഥിതി ഒരല്പം മോശമാകിയാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് മരുന്നുകൾ വാങ്ങി. ഡോക്ടർ പറഞ്ഞു, പെട്ടെന്നൊരു യാത്ര ഇപ്പോൾ ചെയ്യരുത്, ശാരീരിക സ്ഥിതി മോശമാണ്. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാൾ വിശ്രമിക്കാൻ ഇന്ന് ഒരു സ്ഥലം വേണം, എന്ത് ചെയ്യും? ദൈവദാസന്റെ മുഖത്തേക്ക് നോക്കിയതിന്റെ അർത്ഥം ദൈവദാസൻ എന്തെങ്കിലും ക്രമീകരണം ചെയ്യണം എന്നുള്ളതാണ്. എന്താണെങ്കിലും പറഞ്ഞു, ഞങ്ങളുടെ ചെറിയ സൗകര്യമാണുള്ളത്, നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, താല്പര്യമാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങോട്ട് വരാം. അങ്ങനെ ആ പ്രിയപ്പെട്ട കുടുംബം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ അപരിചിതമാണ്, നിങ്ങൾ ഇങ്ങനെ മനസ്സോടെ ക്ഷണിച്ചതിനാൽ ഞങ്ങൾ ഇവിടെ വരാം. അന്ന് രാത്രിയിൽ അവരവിടെ രാപ്പാർത്തു. ഈ ദൈവദാസനും കുടുംബവും മക്കളും ചേർന്നിരുന്ന പകലിൽ ദൈവത്തെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പനിയുടെ ക്ഷീണം വിട്ട ആ ഭാര്യയും ആ മനുഷ്യനും അവരുടെ ഒപ്പം കസേരയിൽ വന്നിരുന്നു. പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ചോദിച്ചു, മക്കൾ എന്താ ചെയ്യുന്നത്? പറഞ്ഞു, ഒരാൾ +1 പഠിക്കുക, ഒരാൾ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ ആൾക്ക് ഇനി എന്താ പരിപാടി? അപ്പൊ പറഞ്ഞു, നഴ്സിങ്ങിന് പോകാൻ ആഗ്രഹം. അപ്പൊ എവിടെയാ പോകുന്നത്? ഏത് കോളേജിലാണ് നമ്മൾ ചേർന്നത്? എല്ലാ അഡ്മിഷനൊക്കെ റെഡി ആയല്ലോ. അപ്പൊ പറഞ്ഞു, ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പൊ എന്താ കാര്യം, എന്താ ചേരാത്തത്? അപ്പോ ആ മകൾ പറഞ്ഞു, പപ്പയുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, പക്ഷെ സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ബാംഗ്ലൂരിൽ 2 നഴ്സിംഗ് സ്ഥാപനങ്ങളുണ്ട്. ആ 2 സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും മകൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. ഒരു വീട്ടിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കെ വന്നൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ കരുതലുകൾ എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുന്ന മക്കൾക്കുള്ളതാണ്.